നമസ്കാരം. നമുക്കിന്ന് സീതാദേവിയുടെ ധീരമായ രണ്ട് സംഭവങ്ങളെ ഒന്ന് സ്മരിക്കാം. സീതാദേവിയെക്കുറിച്ച് കേൾക്കുമ്പം എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന ചിലർക്ക് സീത എന്ന് പേരിടാൻ വരെ പേടിയ കുഞ്ഞുങ്ങൾക്ക് ജീവിതം മുഴുവൻ കരഞ്ഞു പോയാലോ എന്നോർത്തുണ്ട്. നമ്മൾ കൂടുതൽ കഥ കേട്ടിട്ടുള്ള ആ ഭാഗമാണെങ്കിലും സീത ധീരയാണ്, ശക്തയാണ്. മാത്രമല്ല ജനകൻ്റെ പുത്രിയാണ്. ജനകൻ വിദേഹനാണ്, തത്വജ്ഞാനിയാണ്, ധീരവീര ശൂര പരാക്രമിയാണ്. അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രി സീത എങ്ങനെ ഈ പേടിത്തൊണ്ടേ കരഞ്ഞു വീടക്കണയാവും? സുന്ദരമായ രംഗം കാണിച്ചു തരാം. ശ്രീരാമചന്ദ്രൻ വനത്തിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛൻ്റെ വാക്ക് പാലിക്കണം. അപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് പോയേക്കാന്നാണ് തീരുമാനം. ഇങ്ങനെയാണല്ലോ നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. കാരണം സീതയോട് പറഞ്ഞു, പോരേണ്ട ബാലെ പൈതാഹ ശാന്തിക്കുവായങ്ങളില്ലേ. വെള്ളം ദാഹമൊക്കെ ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കണം, അത് നടക്കുകയില്ല. പിന്നെ കല്ലുണ്ട്, മുള്ളുണ്ട് കാട്ടിൽ. ഒന്നെങ്കിലും ഭഗവാൻ ഓർപ്പിക്കുകയാണ്, ഇങ്ങനെ ചാടിക്കൂടെ പുറപ്പെട്ടു എന്ന് എളുപ്പമല്ല കാര്യം. പിന്നെയോ മൃഗങ്ങളുണ്ട്, കടുവയുണ്ട്, അതുണ്ട്, ഇതിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. ദൈവം ഇതെല്ലാം ശാന്തമായിട്ട് കേട്ടു. കാരണം ഭർത്താവ് സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വളരെ വിനയപൂർവ്വം ഉറച്ച പദങ്ങളോടുകൂടി പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് അങ്ങയുടെ കൂടെ വന്നേ പറ്റൂ. കാരണം അത് ഭാര്യാധർമ്മമാണ്. അങ്ങയുടെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമേ അല്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ന്യായങ്ങളൊക്കെ പറഞ്ഞു. രാമൻ വഴങ്ങണ പ്രശ്നയെ ഉദിക്കുന്നില്ല. അവസാനം രാമൻ്റെ എതിർവാദങ്ങളൊക്കെ അതിശക്തമാവാൻ തുടങ്ങി. ദേവിക്ക് സങ്കടം വന്നു തുടങ്ങി. സങ്കടം ദുഃഖം കൊണ്ടല്ല, താൻ പറഞ്ഞത് എന്തുകൊണ്ട് ബോധ്യമാവുന്നില്ല എന്നുള്ളതാണ്. കണ്ടമാനം ദേഷ്യം വരുമ്പോൾ ഇപ്പോൾ കരഞ്ഞു പോയില്ലേ, അങ്ങനെയുള്ളതാണ്. അത് കരച്ചിലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ദേഷ്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും ധാർമ്മിക രോഷത്തിൻ്റെയും മറ്റൊരു പ്രകടനമാണ്. അവസാനം ദേവി പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ കുറച്ച് വാചകങ്ങൾ കേട്ടാൽ നമുക്ക് എങ്ങനെയാണ് ദേവി എന്ന് മനസ്സിലാവും. പറയും, ജനകൻ തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തത് ഒരു പുരുഷ പേരുള്ളവന് മാത്രമാണെന്ന് കരുതരുത്. എന്നാൽ ആണെന്ന് പറഞ്ഞ പേരുള്ള ഒരുത്തിനല്ല കെട്ടിച്ചു കൊടുത്തേ. എൻ്റെ അച്ഛൻ ആണാൻ പറന്ന ഒരുത്തവനാണ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത് എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അതിന് കളങ്കം ഉണ്ടാക്കരുത്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? അങ്ങ് പറഞ്ഞത് ആണത്താണോ? ഇങ്ങനെ പേടിച്ച് പറയേണ്ട ഇതാണോ? ഒരു പുരുഷൻ ഇങ്ങനെയാണോ പറയേണ്ടത്? അങ്ങക്ക് എന്നെ സംരക്ഷിക്കാനുള്ള കരുത്തില്ലേ? അങ്ങനെ കരുത്തുള്ള ഒരുത്തിനെയല്ലേ എൻ്റെ പിതാവിന് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത്? എനിക്കുറപ്പുണ്ട്. ഇങ്ങനെ വളരെ പരുഷമായി പറഞ്ഞതാരോടാണ്? രാജകുമാരനോടാണ്. അക്കാലത്തെ ഏറ്റവും വലിയ വില്ലാളി വീരനോടാണ് പറഞ്ഞത്. ഏകദേശം 19 വയസ്സായ ഭാര്യ. ശ്രീരാമചന്ദ്രൻ അന്നേരം പ്രായം 25 കഴിഞ്ഞിട്ട് 26 താഴെയാണ്. ഈ സമയത്താണ് ഇത്ര ധീരമായ പരുഷമായ മൂന്നാമതൊരാൾക്ക് കേട്ടാൽ പോലും വിഷമുള്ള വാക്ക് പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, അല്ല ശരിക്കും പോരാൻ ആഗ്രഹമുണ്ടോ എന്നറിയാൻ ഞാനൊന്ന് പരീക്ഷിച്ചതാ. ദേവി പോന്നോളൂ. എൻ്റെ കൂടെ വരുന്ന ദേവിയുടെ നേർക്ക് നോക്കാൻ പോലും ഒരുത്തിനും ധൈര്യം ഉണ്ടാവില്ല. എനിക്ക് മണ്ണും വിണ്ണും കാടും കടലും എല്ലാം ഒരുപോലെയാണ്. ഭയം എന്നെ തീണ്ടിയിട്ടേയില്ല എന്ന് പറയുന്ന ധീരനായ ഭർത്താവിനെയും നമുക്കവിടെ കാണാം. ഇനി ചിന്തിക്കുക, സീതാദേവി പേടിത്തൊണ്ടയാണോ?